ശീവാളി എന്നാണ് പറയാ. ഒരു ഞവണപ്പുല്ല് എന്നൊക്കെ പറയുന്ന ഒരു. അപ്പോൾ നമസ്കാരം, ദാ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാപ്രാണം എന്ന സ്ഥലത്താണ്. അതായത് പുള്ളി കൊടകര സ്വദേശിയാണ്. പേര് സിഞ്ചു. നമസ്കാരം. അപ്പോൾ പുള്ളിയുടെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസുകൾ ഇരിക്കുന്നുണ്ട്. കുറംകുഴൽ, അതുപോലെ ഫ്ലൂട്ട്, നാദസ്വരം, കുറച്ച് ഐറ്റംസ് ഉണ്ട് അല്ലേ സിഞ്ചു? കുറച്ചേ ഉള്ളൂ. അത് ഞാൻ ഓർഡർ അനുസരിച്ച് ചെയ്യാറുള്ളത് കാരണം കൂടുതൽ സ്റ്റോക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ഈ കലാകാരനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, ഇവിടെ നിർമ്മാണ രീതികളൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ സിഞ്ചു ഇവിടെ ഒരുപാട് മരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മരമാണ് ഇപ്പോൾ നമ്മുടെ ഇത് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരമാണോ? നാദസ്വരം, കുറുങ്കുഴലൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള മരമാണ്. എന്തെന്ന് പറയാ മരത്തിന്റെ പേര്? ഇത് തമിഴ്നാട്ടിലെ മരമാണിത്. ആച്ചാമരം എന്നാണ് ഇത് തമിഴിൽ. ആച്ചാമരം അല്ലേ? ഇതിന് അഞ്ചൻ വുഡ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. കോസ്റ്റ് കൂടിയതാണോ? ഇത് ഒന്നാമത് ആന്റിക്കാണത്, നമുക്കിപ്പോ കിട്ടാനില്ല. വുഡൻ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനത്തെ ഹാർഡ് വുഡ്, അതിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് അതിന്റെ ടോൺ ക്വാളിറ്റി വരിക. ഇപ്പൊ നമ്മുടെ ലൈത്തിൽ ആദ്യം എന്താ ചെയ്യാൻ പോണ പോലെ ഒരു തടി എടുക്കുക, എന്നിട്ട് ഇതിന്റെ സെന്റർ ഹോള് നമ്മൾ ആദ്യം ചെയ്യും. സെന്റർ ഹോളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. റോൾ ചെയ്ത് ഇതിന്റെ കോട്ടൊക്കെ തീർത്തിട്ട് നമ്മൾ പിന്നെ ഇതിൽ കടയുക. മെയിനായിട്ട് വരിക. ഹോള് ഓൾറെഡി നമ്മൾ ചെയ്തു കേട്ടോ. ഹോള് ഇങ്ങനെ ഈ സൈസിൽ കറക്റ്റ് അളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ബിറ്റുകൾ നമ്മൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ടാണ് തുളയ്ക്കുന്നത്. ഏതിൻ്റെ പാർട്ടാണ് അപ്പോൾ? ഇല്ലല്ല, ഇത് കുറുങ്കുഴൽ. ഏകദേശം എത്രത്തോളം സൈസ് വരണം അവിടേക്ക് കടയിൽ നിന്നാലും? അത് ഇത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അണസ് ഓടുകൊണ്ട് പണിത് വരുന്നത്. ഒരു ആവറേജ് 39 mm ഒക്കെയാണ് ഇതിന്റെ ഇവിടുത്തെ സൈസ് വരും. ഇവിടെ ഏകദേശം ഒരു 24 mm സൈസ് വരും. ഏകദേശം ഒരു ഐഡിയ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കടച്ചൽ കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ടല്ലേ? അത് ഹോളും കാര്യങ്ങളൊക്കെ അടിക്കണല്ലേ? ഇനിയിപ്പോൾ ഹോളടിക്കണം. ഇപ്പോൾ നമ്മൾ പട്ടം ആക്കണല്ലേ? ആ ഭാഗത്ത് പട്ടം ഉണ്ടാക്കണം. പട്ടം സാൻഡ് പേപ്പർ ഇട്ട് ഫയൽ ചെയ്തിട്ട് പട്ടം ഉണ്ടാക്കുക അല്ലേ? സാൻഡ് പേപ്പറും പിന്നെ വേറെ ഫയലുണ്ട്. ഇത് എത്ര പട്ട വരെയാണ്? ഇങ്ങനെ 8 വരെ. 8 പട്ടായിരിക്കണമായിരുന്നു അല്ലേ? പട്ടല്ലാത്ത കുഴലുകളും ഉണ്ട്. അപ്പോൾ സിഞ്ചു നമ്മളെ പട്ട രാവി റെഡി ആയിട്ടുണ്ട് അല്ലേ? പിന്നെ അകം പുറം നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ തുളയിടുക. പുറം മുകളിലേക്ക് തന്നെ വരണല്ലേ? അകത്തേക്ക്. ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു ബേസിക് മെഷർമെന്റ് ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാല് പോലെ ചെയ്ത് വെച്ചേക്കാം. ഇത് ഓൾമോസ്റ്റ് ഒക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇതിപ്പോ സാധാരണ എത്ര ഹോളാണ് വരുന്നത്? ഇതിന് നമുക്ക് അതുപോലെ തന്നെ 7 ഹോൾ പ്ലസ് ഒരു തമ്പ് ഹോളാണ് വരുന്നത്. ഡ്രില്ലിനായിട്ട് ചെറുതായിട്ട് പോയിന്റ് കൊടുക്കണം അല്ലേ? ജസ്റ്റ് അടിക്കാൻ വേണ്ടിട്ടല്ലേ? എത്ര എമ്മിന്റെ ഹോളാണ് നമ്മളത് പഠിക്കുന്നത്? 5.5 ചെയ്തിട്ട് ഇത് റീമറാണ്. ഇത് വെച്ചിട്ട് പതുക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണോ അതെ ഇത് ആൾക്കാരുണ്ടോ? ഇത് മേക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഓട്ടു പാത്ര നിർമ്മാണക്കാരും ഈ മുഷാരിമാരും അവരാണ് അതിന്റെ നിർമ്മാണം. അവര് അതിന്റെ ഒരു വിദഗ്ധരാണ്. വളവ് എന്നും പറയും ഇതിനെ, അളസ് എന്നും പറയും. അളസ് ഇത് വളവ്. കുറുങ്കുഴലിൽ നമ്മൾ പല മരങ്ങളും ഉപയോഗിക്കാം. ഈ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ്, നാദസ്വരം, കുറുങ്കുഴല്, ഷഹനായി ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഹാർഡ് വുഡുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് രക്തചന്ദനം. രക്തചന്ദനാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് പറയുന്നത്. കാരണം ഏറ്റവും ഡെൻസിറ്റി ഉള്ള വുഡാണ്. പിന്നെ എബണി, റോസ് വുഡ്, ആച്ചാമരം. നാദസ്വരം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആച്ചാമരത്തിലാണ്. ഇതിലിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന മരം എബണിയാണോ? എബണി അല്ലേ? അത് നമ്മുടെ ഇന്ത്യൻ
വുഡാണോ അത് മരം? വുഡാണ്. അത് കാരഗിലി അല്ലെങ്കിൽ കരിമരം എന്നൊക്കെയാണ് പറയാ. ഇത് നമുക്ക് അവിടെ കേരളത്തിൽ അവൈലബിൾ അല്ല. അത് ഇതിന്റെ യഥാർത്ഥ കളർ ഇത് തന്നെയാണോ? അത് ബ്ലാക്ക് കളർ തന്നെയാണോ? ബ്ലാക്ക് ആണ് വരിക. അത് ഈ നമ്മുടെ വയലിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഫിംഗർ ബോർഡ് അങ്ങനെയൊക്കെ ഓൺലൈനിലും മേടിക്കാൻ കിട്ടും. ഒരു ഹാർഡ് വുഡാണ് അല്ലേ അത്? അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാവും നമുക്കൊരു? ഇത് ഏകദേശം ഒരു 12 ഇഞ്ച് നീളമാണ് വരുന്നത്. ഇത് 3 തരം കുഴലുകൾ ഇപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ടൈപ്പാണ്. തൃശ്ശൂര് നിങ്ങളുടെ പാലക്കാട് നിന്ന് പ്രത്യേകമുള്ള ഭാഗത്തേക്കൊക്കെ ഉപയോഗിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂര് അങ്ങനെ ആ ഭാഗങ്ങളിൽ, ആലപ്പുഴ, ചേർത്തല ഈ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കുഴൽ ഇതാണ്. ഇതിന്റെ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നത്? ഇത് 3 തരം പറയുന്നുണ്ട്. 3 കാറ്റഗറി വരുന്നുണ്ട് അല്ലേ? 3 ഇവർ പറയുന്നത്. നമ്മൾ കൂടുതലും ചെയ്യണത് ഇതിന്റെ ശ്രുതി നോക്കിയിട്ടാണ്. സ്കെയില് ഇത് ബാരി, എടബാരി, തിമിരി അങ്ങനെ 3 തരത്തിലാണ് പറയുന്നത്. തിമിരി കുഴലുകളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോ എത്രത്തോളം ഹോളുകളൊക്കെ നമുക്ക് ഇതിന് വരും ഇപ്പൊ നമ്മള് തുളയ്ക്കുമ്പോ? ഇതില് 7 സ്വരങ്ങളല്ലേ? ഇത് ഇതിന്റെ നമ്മൾ വായിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിന് ശിവാളി എന്നാണ് പറയാ. ഒരു ഞവണപ്പുല്ല് എന്നൊക്കെ പറയുന്ന ഒരു പുല്ലിന്ന് മേക്ക് ചെയ്യണതാണ്. ഇത് തഞ്ചാവൂർ ഭാഗങ്ങളിലാണ് ഇതിന്റെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. നമുക്കിവിടെ ഈ പുല്ലും അവൈലബിൾ അല്ല. അതിങ്ങനെ ചതച്ചുണ്ടാക്കുന്ന ഒരു അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് അതിനെ ഷേപ്പ് ചെയ്തിട്ട് ഗണ്ടയൊക്കെ കെട്ടി ഉണ്ടാക്കുന്നതാണ് അത്. ഇതാണ് നമുക്ക് അവിടെ ശബ്ദം വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം അല്ലേ? ഇതിന്റെ എൻഡിൽ ശബ്ദം വരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഫിറ്റ് ചെയ്യില്ലേ? അതെ അതെ. നാദസ്വരത്തിനും ഇത് റീഡ് ഈ സാധനമാണോ ഉപയോഗിക്കുന്നത്? ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഷെഹനായി ചെയ്യുന്നുണ്ട് വുഡിൽ. വിൻഡ് ഇൻസ്ട്രുമെന്റ്സിൽ ഷെഹനായി, കുറുങ്കുഴല്, പിന്നെ നാദസ്വരം, ഇതൊക്കെ ഷെഹനായികളാണ്. ഷെഹനായും കുറുങ്കുഴലും തമ്മിലെ വ്യത്യാസങ്ങൾ അപ്പൊ നമുക്ക് എന്തായിരിക്കും മാറ്റം വരുന്നതിൽ? ഇതൊരു ഹിന്ദുസ്ഥാനി രീതിയിലുള്ള ഫിംഗറിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇതിപ്പോ ഡി ഷാർപ്പ് സ്കെയിലുള്ളതാണ്. ഇത് സി സ്കെയിലുള്ളതാണ്. അപ്പൊ അതിങ്ങനെ ലെങ്ത്തിലും വ്യത്യാസം ഉണ്ടാവും. താഴേക്ക് വരും. ജിയിലേക്കൊക്കെ മാറും തോറും അത് ചെറുതായിരിക്കും. ചെറിയ ചെറിയ പീസുകളായിട്ട്. ഈ ഷെഹനായിയുടെ റീഡ് തന്നെയാണോ അപ്പൊ നമുക്ക് ഈ കുറുങ്കുഴലിൽ വരുന്നത്? അല്ല, ഇതിന് ഷെഹനായിക്ക് വേറെ റീഡാണ് ഉപയോഗിക്കുക. ഇതാണ് അതിന്റെ റീഡ് വരുന്നത്. ഇത് നമ്മളിവിടെ കിട്ടുന്നതല്ല. ഇത് ബനാറസ് എന്നൊക്കെ വരുത്തുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല. അല്ലല്ല, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൂടി ഉണ്ട് ഇതിന്. നേരിട്ടല്ല അതൊക്കെ, അതിനൊരു പൈപ്പും കൂടെ ഫിറ്റ് ചെയ്തിട്ട് ആണ് ഇതിന്റെ റീഡ് ഉപയോഗിക്കുക. അങ്ങനെയാണ് ഇതിന്റെ ഫിറ്റിംഗ് വരുന്നത്. ഇതേപോലെ തന്നെ ഒരു ഫിറ്റിംഗ് ഇതിന് അവിടെ ഉണ്ട്, ഇതിനുണ്ട് കേട്ടാ, ഈ ഭാഗത്ത് തന്നെ. അതില് വേറെ പീസാണ് വരിക. അതിപ്പോ ഞാൻ കുറച്ചുകൂടെ ലെങ്ത് ആയിരിക്കും അല്ലേ? അത്യാവശ്യം അത്ര ലെങ്ത് വരും. റീഡിന് നീളം കുറവുണ്ടെന്നോളല്ലേ ഇത്? ഈ സംഭവം ചെറിയ റീഡാ, ശബ്ദവും വളരെ ചെറുതാണ്. ചെറിയ റീഡാണ് അവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? മറ്റുള്ള റീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ റീഡാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന്റെ ആ പുല്ലും വ്യത്യാസമുണ്ട്. ഈ പുല്ലും വ്യത്യാസമുണ്ട് അല്ലേ? കനം കുറഞ്ഞ പുല്ല. അതിന്റെ തിക്നെസ് വളരെ കുറവാ അല്ലേ? ഈ രക്തചന്ദനത്തിലാണിത് ഏറ്റവും ശാസ്ത്രീയം ആയിട്ട് പറയപ്പെടുന്നതെന്ന് പറയുന്നത്. അതിന്റെ കാരണങ്ങളുണ്ട് കേട്ടോ. അതിന് കൃത്യമായിട്ടുള്ള ഡെൻസിറ്റി, ഇതിന്റെ വുഡിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ടോൺ പെർഫോം ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് രക്തചന്ദനം കഴിഞ്ഞിട്ട് വരുന്ന മരമാണ് ഈ മരം, ആച്ചാമരം എന്ന് പറയുന്നത്. ഇതിപ്പോ ആച്ചാമരമാണല്ലേ? അതെ അതെ. ഇതും ഈ ആച്ചാമരം ഇതും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഡെൻസിറ്റി ഉള്ള മരങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ സുഷിരങ്ങളുടെ അളവുകൾ കൂടുമ്പോ നമ്മളുടെ വിൻഡിന്റെ ഫ്ലോ കുറയും, അപ്പൊ ടോൺ കുറയും. അങ്ങനെയാണ് ഇതിന്റെ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് രക്തചന്ദനമാണ്. സെക്കൻഡ് ഈ ആച്ചാമരം എന്ന് പറയുന്നത് ഇതേ ക്വാളിറ്റി, രക്തചന്ദനത്തിന്റെ അതേ ക്വാളിറ്റി ഉള്ള ഒരു മരമാണ് എബോണി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ചതാണ്. 2-3 പേര് എക്സ്പെർട്ടേഴ്സ് ഒക്കെ വായിച്ചു നോക്കി, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഇനി കൂടുതൽ ഇതിൽ ചെയ്യണം എന്നുണ്ട്. കാരണം അത് കംപ്ലൈന്റ് കുറവുള്ള മരം, ആച്ചാമരം ചിന്നല് വരുന്നുണ്ട്. കാരണം തമിഴ്നാട് മരം ആയതുകൊണ്ട് കേരളത്തിലേക്ക് നമ്മുടെ കാലാവസ്ഥയിൽ വരുമ്പോ ചെറിയ പൊട്ടലുകൾ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ സിംജു, ഇപ്പൊ ഇതിന്റെ എൻഡിൽ വരുന്ന നമ്മുടെ മൗത്തിന്റെ ഭാഗത്ത് റീഡ് ഉണ്ടല്ലോ, ആ റീഡ് തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഇത് തന്നെയാണ് ഈ സംഭവം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? കുറുങ്കുഴലിന്റെ സാധനം തന്നെയാണ് ഇതിൽ വരുന്നത് അല്ലേ? റീഡ് അതാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം അല്ലേ? ഇത് ഞാൻ വായിക്കാറില്ല. ഞാൻ ഈ സ്വരസ്ഥാനങ്ങൾ മാത്രം വായിച്ച് നോക്കാറുള്ളൂ. നാദസ്വരത്തിൽ വരുന്ന ഒരു ഇതാണ് 2 പീസായിട്ടുള്ള നാദസ്വരം. ഇങ്ങനെ ജോയിന്റ് ആണ് വരിക. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ 2 പീസായിട്ട് ഫിംഗർ പോർഷൻ ഒരു ഭാഗം, ഇപ്പുറത്ത് വേറൊരു ഭാഗമായിട്ട് ഇതിൽ ജോയിന്റ് വരും. സാധാരണ നാദസ്വരത്തിൽ ഇങ്ങനെ 2 പാർട്ടായിട്ട് വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ട്, സൗകര്യാർത്ഥം ചെയ്യുന്നതാണ്. ഇത്രയും വലുത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടു നടക്കുമ്പോൾ വരാനുള്ള തകരാറുകളുടെ
സാധ്യതയും വെച്ച് ഇതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെ ഹോൾസുകളൊക്കെ എടുക്കുന്നത്, ഇതിന്റെ ഹോളൊക്കെ വരുന്നത് ഡ്രില്ല് ചെയ്യാണ് ചെയ്യണത്. അത് 2-3 തരത്തിൽ ചെയ്യാം. കൈ കൊണ്ട് കടഞ്ഞ് തുളയ്ക്കാം. ഇതിന്റെ ഡ്രിൽ ബിറ്റുകൾ നമുക്ക് മേടിക്കാനൊന്നും കിട്ടില്ല, ഉണ്ടാക്കാണ് ചെയ്യുന്നത്. അതിപ്പോ ഓരോന്നിനും ഓരോ ബിറ്റുകൾ ഓരോ സെക്ഷനായിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇത് ഈ സൈസിൽ വരുന്നതിന്റെ ബിറ്റ് ഇതിന്റെ ചെറുതിന് ഉപയോഗിക്കാൻ പറ്റില്ല, ജസ്റ്റ് തുളയ്ക്കാൻ മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിന് വലുതിന് വേണ്ടിട്ട് വേറെ ഉണ്ടാകും. അല്ല, ഞാൻ പറയണേ ഇതിപ്പോ ഇവിടെ ഇതിന്റെ ഹോള് ചെറുതായിരിക്കും ഈ എൻഡില്, പക്ഷെ ഇവിടെ വലിപ്പം കൂടുതലായിരിക്കില്ലേ ഇതിന്റെ? ഇവിടെ വലിപ്പം കൂടുതലല്ലേ, ടേപ്പർ ഹോൾ ആയിരിക്കും. അപ്പൊ അതിന് അനുസരിച്ച് നമ്മളിപ്പോ എന്താ ബിറ്റുകൾ നമ്മൾ ഉണ്ടാക്കണം. ബിറ്റ് ഉണ്ടാക്കണം അല്ലേ? ശരി, സ്ലോപ്പ് ആയിട്ട് അത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്യണം. അതന്നെ ഏറ്റവും വലിയൊരു പണി തന്നെയല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പണി. പിന്നെ വിൻഡ് ഇൻസ്ട്രുമെന്റിൽ ചെയ്യുന്ന വുഡ് തന്നെ ഒരു മിനി സാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റാണ്. മിനി സാക്സ് ഇതൊക്കെ വുഡ്, നമ്മുടെ വലിയ സാക്സഫോൺ ഫൈബർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇത് ഏതാ വുഡ്? അത് റോസ് വുഡ് അല്ലേ? വീട്ടിൽ അല്ലേ? ഇത് റീഡ് ഇത് വാങ്ങിക്കുന്നോണ്ട് അത് നമ്മൾ മേടിക്കാൻ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് കേൾക്കല്ലേ? നല്ല ശ്രുതി, നല്ല ശബ്ദം അല്ലേ? ഒരു സാക്സഫോൺ വിളിക്കുന്ന പോലെ. ഇത് സാക്സിന്റെ തന്നെ മൗത്ത് പീസ് ആണ്, മിനി സാക്സ് തന്നെ പറയുന്നത്. തന്നെ ഫ്ലൂട്ട് അല്ലേ? വുഡൻ ഫ്ലൂട്ടുകളും അതും കസ്റ്റമായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ അങ്ങനെ കൂടുതലൊന്നും ചെയ്തു വെക്കാൻ ഉണ്ടാക്കി വെക്കുന്നില്ല അല്ലേ? ബാംബു ഫ്ലൂട്ട് ആയാലും നമ്മള് ആവശ്യക്കാർക്ക്. ഇതിപ്പോ ഏതാ വുഡ്? അതിനല്ലേ? ഇത് എബണിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ റെഡ് സാൻഡിലും ചെയ്യാം. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു ചൈനീസ് ഫ്ലൂട്ടാണ്. ഇത് ചൈനീസ് ഡിസി ഫ്ലൂട്ട് എന്ന് പറയാം. ഡിസി ഇതേപോലെ 2-3 തരം ഫ്ലൂട്ടുകൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എത്ര ലെങ്ത് ആയിട്ട് വരുന്നത്? 2 പീസാണോ? അതിപ്പോ ഇത് 2 പീസാണ്. ഇതിന്റെ ജോയിന്റ് ആണ്. അങ്ങനെ 2 പീസാണ് വരുന്നത്. ഇത് ഒറ്റയായിട്ടും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അത് 2 പീസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതിന്റെ പീസ് ജോയിന്റില് ബ്രാസിന്റെ ഇതാണ് ജോയിന്റിൽ വന്നിരിക്കണം അല്ലേ? അതെ. പ്ലാസ്റ്റിക് ആണോ അത്? അല്ലല്ല, ഇത് എനിമൽ ബോണാണ്. ശരി. എനിമലിന്റെ ബോണാണ് അല്ലേ അത്? ഓ, അതിങ്ങനെ ഷാർപ്പാക്കി ഇത് കർവ് ചെയ്യണോ? ഇത് നമ്മളിവിടെ ഇത് കടഞ്ഞെടുക്കാന്ന് പറയാം, കടഞ്ഞ് ചെയ്യുന്നതാണ്. അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അല്ലേ? ഓ, വളരെ വിചിത്രമായ സംഭവമാണ്. ചെറുപ്പം മുതലേ അങ്ങനെ ചെറിയ ഇൻസ്ട്രുമെന്റ്സുകളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വളർന്നു വന്നപ്പോ കാണുന്നതൊക്കെ മനസ്സിലേക്ക് എടുക്കും. പിന്നെ ഹാൻഡ് പാനൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ ബാംബു ഫ്ലൂട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് തുടങ്ങിയ ബേസ് ഫ്ലൂട്ടുകളാണ്. എനിക്ക് കൂടുതലും ബേസ് ഫ്ലൂട്ടുകളാണ് താല്പര്യമില്ല, ആവശ്യക്കാർ വരുന്നത്. ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടുകൾ, ഈ ടൈപ്പ് ഫ്ലൂട്ടുകൾ വലിയ ഈ ബേസ് ഫ്ലൂട്ട് എന്ന് പറയാം. ഈ ബേസ് ഫ്ലൂട്ട് ഈ പറഞ്ഞ മാതിരി ഭയങ്കര സൈസ് ആയിരിക്കും അല്ലേ? ബേസ് ഫ്ലൂട്ടുകൾക്ക് ഏകദേശം 35-32 ഭയങ്കര വണ്ണം ഉണ്ടായിരിക്കും അല്ലേ? അതിന് ഡയമീറ്ററിലേക്ക് കൃത്യമായ ഒരു അളവുണ്ട്. ഒരു ഏകദേശം ആ ഒരു അളവിൽ തന്നെ അത് ചെയ്യണം. ഏകദേശം 24 mm ഇൻസൈഡ് ഡയമീറ്റർ, 25 mm ആ ഒരു സൈസിലാണ് നമ്മൾ ഈ ബേസ് ചെയ്യുന്നത്. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ ഹോളൊക്കെ അടിക്കുന്നത്? ഡ്രില്ലിങ്ങാണോ അതെ മറ്റേ? അല്ല, ഇത് കമ്പി പഴിപ്പിച്ച് വെക്കുന്ന രീതി തന്നെയാണ് അല്ലേ? ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ഇതിപ്പോ ഞാൻ കണ്ടിട്ടില്ല. അത് എന്ത് സംഭവം? ഇത് എവിടെ ഉപയോഗിക്കുന്നതാണ്? ഏത് നാട്ടില്? ആഫ്രിക്കൻ ഒരു ട്രൈബൽ ഇൻസ്ട്രുമെന്റ് ആണത്. ഈ ലോക്ക്ഡൌണിലൊക്കെ വെറുതെ തടി വെച്ചിട്ട് ചെയ്തതാണ്. ആഫ്രിക്കൻ ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ? അത് വലിയൊരു കൊമ്പ് സൈസുള്ള സാധനം അല്ലേ? ഡിഡ്ജിരിഡു എന്നൊക്കെ പറയാ. ഡിഡ്ജിരിഡു അതായത് PVC-ലൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഒരു കൗതുകത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരുള്ള ഡിഡ്ജിരിഡു എന്ന് പറയുന്നത് അവരുടെ ലാംഗ്വേജില്. അതെ അല്ലേ? വല്ലാത്തൊരു സംഭവമാണല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന് സൈക്ലിംഗ് ബ്രീത്ത് വേണം. സാധകം പോലെയാണ് അല്ലേ? അത് സാധകം. ആ ഒരു സാധകം ഇതിനാവശ്യം. പിന്നെ എനിക്ക് ടാറ്റു സ്റ്റുഡിയോ ആണ്. വെരി ഗുഡ്. എവിടെ പേര്? ഞാനിവിടെ തന്നെ അല്ലേ? എന്താ പേര് അതിന്റെ കട? ഇൻക്ഡ്രോപ്പ് ടാറ്റു. ടാറ്റു അല്ലേ? ഞാനൊരു 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. കേരളത്തില് 11 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡിയോ 9 വർഷം കഴിഞ്ഞ് 10 വർഷമായി. ഇൻക്ഡ്രോപ്പ് ടാറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്.
അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാം അല്ലേ? വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ടാറ്റൂം ചെയ്യാലോ. അപ്പൊ സ്റ്റുഡിയോ ഉണ്ടെങ്കിലും രാത്രിയൊക്കെ വന്നിരുന്നിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ സമയമല്ലേ, ഹാർഡ് വർക്ക് തന്നെയാണ് അല്ലേ ടാറ്റു. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് വർക്കുകൾ, അത് കഴിഞ്ഞ് ആ വർക്ക് അല്ലേ, വളരെ ബിസി ആയിട്ടുള്ള സമയമാണ് അല്ലേ. അപ്പൊ സിംജുവിന്റെ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നിർമ്മിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സിംജു ഒരുപാട് തിരക്കുള്ള ആളാണ്, ടാറ്റു കുത്തി കൊടുക്കുന്നുണ്ട് തന്നെയല്ല, അതിന്റെ ഉള്ളിലുള്ള സമയം കണ്ടെത്തിയാണ് ഇവ ഐറ്റംസുകൾ നിർമ്മിക്കുന്നത്. ഒരുപാട് ഐറ്റംസുകൾ നിർമ്മിച്ചിട്ടുണ്ട്, കുറമ്പുഴയിലായാലും മറ്റ് അവസരം അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാം വളരെ പെർഫെക്ഷനായ വർക്കുകളാണ്. ഇതൊക്കെ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത് അല്ലേ, അതായത് ബൾക്കായി ചെയ്തു വയ്ക്കുന്നില്ല, ഓർഡർ അനുസരിച്ച് മാത്രമാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. സിംജുവിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കാം, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനായാലും ആളെ സമീപിക്കാം അല്ലേ സിംജു. നമുക്ക് ലൊക്കേഷൻ എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് ഏത് ഭാഗത്ത് വരെ ശരിക്കും പറയുന്നത് മാപ്രാണം, നമ്മുടെ ഇരിഞ്ഞാലക്കുട കഴിഞ്ഞ് മാപ്രാണം സ്കൂളിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാം, അപ്പോൾ തന്നെ ഫോണിൽ കൂടെ സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സിംജുവിൻ്റെ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ.